ഇന്ദിരാ ഗ്യാരണ്ടിക്ക് ഊന്നൽ നൽകിയും കേന്ദ്ര സർക്കാരിനെതിരെ വിമർശനമില്ലാതെയും UDF സർക്കാരിന്റെ ആദ്യ നയപ്രഖ്യാപന പ്രസംഗം. സാമ്പത്തിക സ്ഥിതിയിലും ആരോഗ്യ മേഖലയിലും മുൻ ഇടത് സർക്കാരിനെ വിമർശിക്കുന്നുണ്ടെങ്കിലും കേന്ദ്രത്തെ എതിർത്ത് നയപ്രഖ്യാപനത്തിൽ യാതൊന്നും പറയുന്നില്ല. തെരഞ്ഞെടുപ്പ് വാഗ്ദാനമായിരുന്ന ഇന്ദിരാ ഗ്യാരണ്ടി ആവർത്തിച്ച പ്രസംഗത്തിൽ വിദ്യാർത്ഥികൾക്ക് ആർത്തവ പ്രഖ്യാപിച്ചതാണ് ശ്രദ്ധേയം. നയരാഹിത്യ പ്രഖ്യാപനമെന്നാണ് തെരഞ്ഞെടുപ്പ് തോൽവിക്ക് ശേഷം ആദ്യമായി മാധ്യമങ്ങളെ കണ്ട പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ നയപ്രഖ്യാപന പ്രസംഗത്തെ വിശേഷിപ്പിച്ചത്. 1 മണിക്കൂർ 13 മിനിറ്റ് നീണ്ടുനിന്ന ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗത്തെ UDF സർക്കാരിന്റെ പുതുയുഗ പ്രതീക്ഷകളും പദ്ധതികളുമാണ് പ്രഖ്യാപിക്കപ്പെട്ടത്. നെഹ്റുവിന്റെ കാഴ്ചപ്പാടുകളിലും വാക്കുകളിലും ഊന്നിയുള്ള പ്രസംഗം. Drawing inspiration from the words of the first Prime Minister of India, Pandit Jawaharlal Nehru, quote, "To work together is better than to work singly. And to work together for the common good is best of all," unquote. KSRTCയിൽ സ്ത്രീകളുടെ സൗജന്യ യാത്ര, വിദ്യാർത്ഥിനികൾക്ക് 1000 രൂപയുടെ പ്രതിമാസ സഹായം, 25 ലക്ഷം രൂപയുടെ ഉമ്മൻചാണ്ടി ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി ഉൾപ്പെടെയുള്ള ഇന്ദിരാ ഗ്യാരണ്ടികൾ നടപ്പാക്കും. വിദ്യാർത്ഥിനികൾക്ക് 3 ദിവസം ആർത്തവ അവധിയും പൊതു സ്വകാര്യ മേഖലയിലെ സ്ത്രീകൾക്ക് 6 മാസ പ്രസവാവധിയും പ്രഖ്യാപിച്ചതാണ് ശ്രദ്ധേയം. My government declared its commitment to making free travel in KSRTC buses across the state a permanent entitlement for women in Kerala. My government will raise the welfare pension to 3,000 rupees per month for all eligible beneficiaries. Menstrual dignity, under which we intend to make educational institutions and public spaces friendly for girls and women. My government also plans to announce up to 3 days of monthly menstrual leave for school students. സാമ്പത്തിക സ്ഥിതി സമ്മർദ്ദത്തിലാണെന്ന് ചൂണ്ടിക്കാട്ടി മുൻ സർക്കാരിനെ പരോക്ഷമായി വിമർശിക്കുന്നുണ്ട് നയപ്രഖ്യാപന പ്രസംഗം. ആരോഗ്യമേഖല കഴിഞ്ഞ കുറച്ചു കാലമായി താഴോട്ടാണെന്ന കുറ്റപ്പെടുത്തലുമുണ്ട്. എന്നാൽ കേന്ദ്ര സർക്കാരിനെതിരെ ഏറ്റുമുട്ടലിനില്ലെന്ന് പ്രഖ്യാപിക്കുന്നത് കൂടിയായി പ്രസംഗം. ഒരിടത്തും കേന്ദ്ര സർക്കാരിന്റെ നയങ്ങളെയോ സംസ്ഥാനത്തോടുള്ള സമീപനത്തെയോ വിമർശിക്കുന്നില്ല. പിന്നാലെ കേന്ദ്ര സർക്കാരിനെ പരാമർശിക്കാതെയുള്ള നയപ്രഖ്യാപന പ്രസംഗത്തിനെതിരെ പ്രതിപക്ഷം രംഗത്തെത്തി. തെരഞ്ഞെടുപ്പ് തോൽവിക്ക് ശേഷം ആദ്യമായി മാധ്യമങ്ങളെ കണ്ട പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ കൃത്യമായ കാഴ്ചപ്പാടില്ലാത്ത നയപ്രഖ്യാപനമെന്നാണ് വിമർശിച്ചത്. യഥാർത്ഥത്തില് ഒരു നയരാഹിത്യത്തിന്റെ പ്രഖ്യാപനമായിട്ടാണ് മാറിയത്. പറയേണ്ടത് പറയാതിരുന്നിട്ടുണ്ട്. കേന്ദ്രത്തിൽ നിന്ന് ചോദിച്ചു വാങ്ങേണ്ടവയുണ്ട്. അതിനെക്കുറിച്ചെല്ലാം മൗനം പാലിച്ചതായാണ് കാണുന്നത്. കേന്ദ്രവുമായി നല്ല ബന്ധം ആഗ്രഹിക്കുന്നതിൽ തെറ്റില്ല. പക്ഷെ കേന്ദ്രത്തിന്റെ കേരളത്തോടുള്ള സമീപനം മുൻ അനുഭവമായി ഉണ്ടെന്നും പിണറായി ചൂണ്ടിക്കാട്ടി. തിങ്കളാഴ്ച മുതലാണ് നയപ്രഖ്യാപന പ്രസംഗത്തിന്മേലുള്ള ചർച്ച നിയമസഭയിൽ ആരംഭിക്കുക. നയപ്രഖ്യാപനത്തിലെ പ്രതിപക്ഷ വിമർശനം നിയമസഭയിലും ആവർത്തിക്കും. ന്യൂസ് മലയാളം, തിരുവനന്തപുരം.